ഡിസംബർ മാസത്തിലെ എൻ്റെ ടെറസ് വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കോട്ടൂർക്കോണം മാവ് ഇത്തവണ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് പൂത്തിട്ട് എനിക്ക് എല്ലാ പൂവും കൊഴിഞ്ഞു പോയി. ഇത്തവണ എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ പീച്ചിലാണ്. ഒരു മൂട് പീച്ചിൽ എങ്ങനെയോ പിടിച്ചു. അപ്പോൾ അതിൽ 4-5 കായകൾ വന്നു. 2 കായ പറിച്ച് ഞാൻ തോരൻ വെച്ചു. അപ്പോൾ തോരൻ വെക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം നിറച്ച് കായ്കളുണ്ടാവാൻ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ടെറസിൽ തത്തച്ചുണ്ടൻ ചാമ്പ പിടിച്ചിട്ടുണ്ട്. 2ാം പ്രാവശ്യമാണ് പിടിക്കുന്നത്. ചെറിയ തൈയാണ്, ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ചാമ്പ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. കുറച്ച് കട്ടിയുണ്ട്, നല്ല ക്രിസ്പിയായിട്ട് കഴിക്കാൻ പറ്റും. കുരുവില്ലാത്ത ചാമ്പയാണ്, എക്സോട്ടിക്കാണ്. തത്തച്ചുണ്ടനാണ്. തത്തമ്മയുടെ ചുണ്ടിരിക്കും പോലെ പച്ച ചാമ്പ വന്നിട്ട് ചുവന്ന ചുണ്ടുകളാണ്. ഡിസംബർ മാസത്തിൽ ഏകദേശം ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മാവുൾപ്പെടെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചാമ്പയുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. റോസാപ്പിളുണ്ട്, ഗ്രീനുണ്ട്, അതുപോലെ ബാലി ചാമ്പയുണ്ട്. അങ്ങനെ കുറേ ചാമ്പകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ചാമ്പ ഒരു 10-20 എണ്ണം ആദ്യമായിട്ട് ഉണ്ടായി. അതിപ്പോൾ നല്ല വലിപ്പമുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ അത്രയ്ക്ക് വലിപ്പം കാണുന്നില്ല. കൂടുതൽ അതിൻ്റെ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിനേക്കാളും കൂടുതൽ പിടിച്ചിട്ടാവും ചിലപ്പോൾ കാണാത്തത്. അതുപോലെ തന്നെ എൻ്റെ ടെറസിലെ സീതപ്പഴവും ചെടി പ്ലാന്റിലും പഴങ്ങൾ പിടിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ. പിന്നെ ടെറസിലുള്ള പേരയിലും കായ പിടിച്ചു തുടങ്ങി. ഈ വർഷം ഒരു സീസൺ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൾ സീസൺ പോലെയാണ് പേരയ്ക്ക പിടിക്കുന്നത്. അത് ജപ്പാൻ പേരയാണ്, ക്രിസ്പി ആയിട്ടുള്ള ജപ്പാൻ പേരയാണിത്. പേര എനിക്ക് കുറച്ചധികം പേരകളുണ്ട്. ഒരു പേരപ്രേമിയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ടെറസിലുള്ള എൻ്റെ ഓറഞ്ച്, മാൾട്ട ഓറഞ്ചാണ്. അതിങ്ങനെ പിടിക്കും, വിളയും, അടുത്തത് പിടിക്കും. അതും ഇങ്ങനെ ഓൾ സീസൺ പോലെയാണ്. ഒരു ഓറഞ്ചിൽ തന്നെ പൂക്കൾ മുതൽ പാകമായ കായകൾ വരെ ഉണ്ടാവും. ഇപ്പം ഇത് ഏതാണ്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ആകാശത്ത് നോക്കി മേളോട്ട് നോക്കി നിൽക്കുവാണ്. ഒരുപാട് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ പിടിച്ച് ഒരു കൊലയിൽ തന്നെ 8-10 എണ്ണം കാണും. പക്ഷേ അവസാനം 2-3 എണ്ണമൊക്കെയാണ് പിന്നെ കൊലയിൽ അവശേഷിക്കും. ബാക്കിയൊക്കെ പൊഴിഞ്ഞു പോകും. എന്നാലും കുഴപ്പമില്ല, ടെറസിൽ ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അടുത്തത് എൻ്റെ ബേറാപ്പിളാണ്. ബേറാപ്പിൾ എനിക്ക് ഗ്രീനും റെഡും ഉണ്ട്. ഗ്രീനും വാങ്ങി വെച്ചു, റെഡും വാങ്ങി വെച്ചു. ഇതും ഇപ്പോൾ ഫലം തരുന്നത് 2-3 തവണയായി. അതുപോലെ ഒടിച്ചു കുത്തിയ നാരകമാണ്, ഒരു ചെറിയ നാരകമാണ്. അതും 2ാമത്തെ തവണയാണ് നാരങ്ങ ഉണ്ടാവുന്നത്. ഇപ്പോൾ 2 നാരങ്ങ ഓൾറെഡി അതിനകത്തുണ്ട്. ഇതെൻ്റെ കന്നി കുറ്റിക്കുരുമുളകാണ്. ഞാൻ ആദ്യമായി വാങ്ങി വെച്ചാണ്. ഇപ്പോൾ അത് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 6 മാസം പോലും ആയിട്ടില്ല ഈ തൈ ഞാൻ വാങ്ങി വെച്ചിട്ട്. ഒരു ചെറിയ തൈയായിരുന്നു, ഇപ്പോൾ ഇട്ടിട്ട്. ഇതെൻ്റെ റെഡ് ബേറാപ്പിളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ റെഡ് ആവുന്നില്ല. ഒരു ചെറിയ ചുവപ്പ് ഇങ്ങനെ വരുന്നുണ്ട് എന്നല്ലാതെ വലിയ നമ്മളെ കാശ്മീർ റെഡ് എന്നൊക്കെ പറയും പോലെ ഒന്നും ആവുന്നില്ല. ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആവുന്നതേ ഉള്ളൂ. മുകളിൽ മാത്രം ഒരു ചെറിയ നേരിയ റെഡിഷ് ആയിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ അറിഞ്ഞത് നമ്മുടെ നാട്ടിൽ റെഡ് ആയിട്ട് കായ്ക്കില്ല എന്നുള്ളതാണ്. ഇത് സ്വീറ്റ് അമ്പഴമാണ്. എല്ലാ തവണയും പിടിക്കും, എല്ലായ്പ്പോഴും കായ ഉണ്ടാവും. ഇപ്പോഴും പൂത്തിട്ടുണ്ട്, കായുമുണ്ട്. ഇത് എൻ്റെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്. അതും പൂത്തിട്ടുണ്ട്. 2ാം പ്രാവശ്യമാണിത്. കാരംബോള. പിന്നെ മുകളിലത്തെ ടെറസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിശേഷങ്ങളാണിതൊക്കെ. ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ താഴത്തെ ടെറസിൻ്റെ കുറച്ച് ഭാഗം കാണാം. പിന്നെ എനിക്ക് അകത്തിയുണ്ട്. അകത്തിയിൽ നിറച്ച് പൂവുണ്ട്. ഇന്നലെ ഞാൻ
ഒരു 2 തോരനുള്ള പൂ പറിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മുരിങ്ങയ്ക്കയിൽ പൂവിട്ടിട്ടുണ്ട്. 2 3 കായകൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ വഴുതനങ്ങയാണ്. വഴുതനങ്ങ ഞാൻ ഇന്നലെ പറിച്ചു കഴിഞ്ഞു. പിന്നെ ഇതെൻ്റെ മുളകാണ്. മുളക് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഉപയോഗശൂന്യമായ വാഷ് ബേസിനകത്താണ്, കളയണ്ടെന്ന് വിചാരിച്ചു. അതിനകത്ത് 3 4 മുളക് തൈകൾ വെച്ചു. അതിനകത്തൊക്കെ മുളക് പിടിച്ചു. പിന്നെ ഇത് മറ്റൊരു പേരയാണ്. അതിപ്പോൾ വെച്ചിട്ടും ചെറിയൊരു ടൈമേ ആയിട്ടുള്ളൂ. ഇതെൻ്റെ 10 മണി ചെടിയാണ്. ഞാൻ നട്ടതല്ല, നേരത്തെ ഉണ്ടായിരുന്ന ചെടികളുടെ വിത്ത് വീണിട്ട് തനിയെ മുളച്ചു വന്നതാണ്. പിന്നെ ചെടിച്ചട്ടികളിലൊക്കെ പച്ചമുളകാണ് വെച്ചിട്ടുള്ളത്. പാകമായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മലേഷ്യൻ 2 പേരയാണ്. അതിലൊരു പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് പാകമായി വരുന്നുണ്ട്. രണ്ടെണ്ണം പിടിച്ചു, ഒരെണ്ണം പൊഴിഞ്ഞു പോയി. പിന്നുള്ള ഒരെണ്ണമാണ്. അടുത്ത ശാഖകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പിടിക്കുമായിരിക്കും. ഒരു പേരയ്ക്കായേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു 10 11 മോഡ് പല ടൈപ്പിലുള്ള പേരയുണ്ട്. അതിൽ മറ്റൊരു പേരയാണിത്. ഇത് തായ്സവനാണ്. തായ്സവനിലും കായ്കളിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയും പിടിച്ചതാണിത്. ഇതെല്ലാം ഞാൻ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ VNR പേര തൊട്ട് താഴെ നിൽപ്പുണ്ട്. അതിലും പൂക്കളിട്ടിട്ടുണ്ട്. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മാണ്. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചിരുന്നു. കായ ഉണ്ട് അറ്റത്ത്, കണ്ടോ? മുകളിലും ഉണ്ട് കായ. ഇടയ്ക്കിടയ്ക്കൊക്കെ നിറയെ പൂവിടുമെങ്കിലും കായ പിടിക്കുന്നത് വളരെ കുറവാണ്. ഒരു മത്തനും ഞാൻ അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പീച്ചലിൻ്റെ പൂക്കളാണ്. നല്ല മണമാണിതിന്. അപ്പം തൽക്കാലം ഇത്രയൊക്കെയാണ് എൻ്റെ ടെറസിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണിക്കാനുണ്ട്. പൂക്കളിടുമ്പോൾ ഞാൻ കാണിക്കാം. മറ്റ് പ്ലാന്റുകളെയൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം.